ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ശബ്ദമാണ് നമ്മൾ കേൾപ്പിച്ചത്, അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത്. ദിലീപ് ദേവസ്യയും അരുൺ സോളമനും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഒരിക്കൽ കൂടി അവരിലേക്ക്. ദിലീപ് ദേവസ്യ, ഈ പ്രശ്ന പരിഹാരം അതുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഒരു ജീവൻ പൊലിഞ്ഞു, ഇനിയെങ്കിലും അധികൃതർ അനങ്ങുമോ ദിലീപ്? സുജിയ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ഈ ഒരു വെള്ളം ആളുകൾ പാത്രത്തിലാക്കി അല്ലെങ്കിൽ ബക്കറ്റിലാക്കി കൊണ്ടുപോകുന്നതാണ്. ഈ ഒരു ടാങ്ക് വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ഏകദേശം എത്ര വീടുകൾ ചേട്ടാ? ഒരു 10 എത്ര വീടുകളുണ്ട് ഇവിടെ? 35 വീട്ടിലേക്ക് ഈ ഒരു ടാങ്ക് വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അല്ല, ഇപ്പൊ ഇവിടുത്തെ ഈ മരണമായോണ്ട് ആൾക്കാർ വരും കൂര മാറ്റി. എങ്ങനെ ചേട്ടാ ഒന്ന് മൈക്കിലൊന്ന് പറഞ്ഞേക്കാവോ? എങ്ങനെയാണ് സംഭവം? ഇത് 3 ടാങ്ക് വെള്ളം വന്നു. 3 ടാങ്കിൽ വെള്ളമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നത്. ഈ മരിപ്പ് വീടാൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ കുടിമുട്ടാണ് എൻ്റെ പെങ്ങടെ മോള് വെള്ളത്തിൽ വീണ് മരിച്ചതും. എൻ്റെ പെങ്ങടെ മോളാണ്. 10-14 ദിവസമായി ഇവിടെ ചവറ പാലം പൊളിഞ്ഞ് വീണ്. അതിനുശേഷം കുടിവെള്ളം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. എല്ലാവരും ഐലൻഡിൽ താമസിക്കുന്നവരാണ്. ഇതെല്ലാം ഐലൻഡിൽ കുടിവെള്ളം ഇല്ലാത്ത ആൾക്കാർ. എല്ലാവരും കൊച്ചുവെള്ളത്തിലും പോയും വരികയും എടുക്കുകയും ചെയ്യുന്നതാണ്. ദൃശ്യങ്ങളൊന്ന് പിന്നോട്ടൊന്ന് കാണിക്കാമോ സുജിയ? ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ ഐലൻഡുകളിലെല്ലാം തന്നെ ആളുകൾ താമസിക്കുന്ന അവരുടെ തുണിയെല്ലാം വിരിച്ചിട്ടിരിക്കുന്നതായിട്ടും കാണാം. അത്തരത്തിൽ ആളുകൾ എല്ലാ ഐലൻഡിലും താമസിക്കുന്നവരാണ്. ഈ പ്രദേശത്തുള്ള 600ഓളം വീട്ടിലെ ആളുകൾക്കാണിപ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി വെള്ളം കിട്ടുന്നില്ല. അതായത് 9 തുരുത്തിലും സന്ധ്യമാർ ആവർത്തിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. വെള്ളമില്ലെങ്കിൽ പോയി എടുക്കാതെ നിവൃത്തിയില്ലല്ലോ. എങ്ങനെയാ പ്ലാന്റിൽ മാത്രം ഞങ്ങൾക്ക് എടുക്കാൻ, അല്ലാതെ വെള്ളം കിട്ടാൻ യാതൊരു മാർഗ്ഗം. ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് ഭൂമിയിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ ജോലിക്ക് സ്ത്രീകളാണ് വെള്ളം എടുക്കാൻ പോകാറില്ല? അല്ല, ഇവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാരില്ലാത്തോണ്ടാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ സ്ത്രീകളെ വീട്ടിൽ വെച്ചോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പുരുഷന്മാർ ആ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് സ്ത്രീകൾ എടുക്കേണ്ടി വന്നു. വെള്ളമില്ല, ബുദ്ധിമുട്ടാണ് അവർക്ക് കുടിക്കുകയും. നിങ്ങൾ ഈ കാര്യങ്ങൾ ഇവിടുത്തെ അധികാരികളോട് MLA ഒക്കെ പറഞ്ഞിരുന്നോ? അപ്പോൾ എത്ര തവണ പറയാൻ ഇത് ഞങ്ങൾ പറയാറുണ്ട്. എല്ലാ കാര്യവും അറിയാം. ഇവിടെ മുമ്പ് പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഞങ്ങൾ റോഡ് ഉപദ്രവിച്ചായിരുന്നു. അന്ന് അവിടെ നിന്ന് ആൾക്കാർ ഞങ്ങൾ അപ്പം എല്ലാവരും ഈ പറഞ്ഞ MLAയും പിന്നെ അതേപോലെ തന്നെ കൗൺസിലറും എല്ലാവരും വന്നിട്ട് ഇതേപോലെ തന്നെ പറഞ്ഞ് ഇനി നിങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ യാതൊരു ഇതും കാണത്തില്ല, കുടിവെള്ളം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രശ്നം നടന്നപ്പോഴത്തേക്കും ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഞാൻ ജനിച്ചതിന് ശേഷം ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ ഒരു മരണം ഇങ്ങനെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം നടക്കുന്നത് ആദ്യമായിട്ടാണ്. കുടിവെള്ളത്തിന് വേണ്ടി മരിക്കുക കാരണം വളരെ ചുരുക്കം തന്നെയാണ്. ഇങ്ങനെ വലിയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇങ്ങനെയല്ല. ഇപ്പം ഞാനിപ്പോൾ ജനിച്ചതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ. സുജിയ, ഓരോരുത്തരും അവരുടെ ഇത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഭാര്യയാണോ? ഇന്ന് ചേട്ടൻ സാധാരണ വെള്ളം ഇങ്ങനെ ചേച്ചി തന്നെയാണ് എടുക്കാൻ? ഞാൻ ഇല്ലായിരുന്നു, ഞാൻ കായംകുളത്ത് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പം വെള്ളം എടുക്കാൻ പോകുമ്പോൾ സംഭവിച്ചതാണ് മകനും കൂടെ. അല്ല, അവര് വലവെക്കാൻ പോയ വഴി ശരീരം കൊണ്ടുപോയതാ. വെള്ളം പോയോ വലവെക്കാൻ പോയപ്പോഴേ ശരീരം കൊണ്ടുപോയി. വലയും വെള്ളവും ഉണ്ടായിരുന്നു ഈ വള്ളത്തിൽ. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ചേട്ടൻ കായംകുളത്തായിരുന്നു, അമ്മയും മകനും. ചേട്ടൻ കായംകുളത്തായിരുന്നു ആ സമയത്ത്. പറഞ്ഞു കേട്ട് വിവരം അറിഞ്ഞ് എത്തിയതാണ്. മകനുമൊപ്പം അദ്ദേഹത്തെ ആ ഒരു വിഷമഘട്ടത്തിൽ നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കേണ്ടതില്ല. സമയത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ എത്തിച്ച ആളുകളാണ്. ചേട്ടാ, വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഈ അപകടം ഉണ്ടെന്നൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ പറഞ്ഞത്. നമ്മൾ ഈ വെള്ളത്തിൻ്റെ വലുവെന്ന് പറയുന്നത് ഇറക്ക വലുവ് നിൽക്കുന്ന സമയം, കടലിലോട്ട് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു പെണ്ണ് വള്ളം തുഴന്നു പോയപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. വാഹനം കൊണ്ടുപോയ വാഹനം നിയന്ത്രിക്കാൻ പറ്റില്ല. പെട്ടെന്ന് 3 ബോട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ഒഴുക്കിൽപ്പെട്ട് ആ വെള്ളത്തിൻ്റെ വലുവ് കാരണം തട്ടുകയും തെള്ളി മാറ്റുമ്പോൾ ഇത് ചരിയുകയാണ് സംഭവിച്ചത്.
സുജിയ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ വിഷമമാണ്. നമുക്ക് അവരുടെ ഭർത്താവാണ്, നമുക്ക് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം കായംകുളത്ത് ജോലിക്ക് പോയ സാഹചര്യമായിരുന്നു. അപ്പോഴാണ് ഭാര്യ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട വിവരം ഒരു ദൃശ്യങ്ങളിൽ കാണാം. വീണ്ടും ആ തോണിയിൽ വെള്ളം കൊണ്ടുപോകുന്നത് ആ ദൃശ്യങ്ങളിൽ ഒന്നുകൂടെ കാണാവുന്നതാണ്. സുജിയ, ഈ തുരുത്തിലെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഏത് തോണിയിലും ഒരു പാത്രമുണ്ടാവും. ആ പാത്രത്തിൽ ഒരു വീട്ടിലേക്കുള്ള അന്നത്തെ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുപോകുന്നതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല സുജയ. ചുറ്റുപാടും വെള്ളമുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇവിടെയുള്ള ഓരോരോ വീടുകളിൽ. നമുക്ക് ഏത് തോണിയിൽ നോക്കിയാലും ആ തോണിയിൽ പാത്രങ്ങളുണ്ട്. അവിടെ വെള്ളം കൊണ്ടുപോയി അന്ന് വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് പല വീടുകളിലേക്കായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു വീടുകളിലേക്ക് മാത്രമല്ല, പല വീടുകളിലേക്കായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് കൊണ്ടുപോകുകയാണ്. അധികാരികളുടെ മുന്നിലേക്ക് പല തവണ ഈ ദുരിതം അവർ പറഞ്ഞിട്ട് പോലും ഒരു തരത്തിൽ പോലും ഉള്ള നടപടി ഉണ്ടായില്ല. ഇനിയൊരു ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതും ഒരു അനാസ്ഥയുടെ പേരിൽ. കാരണം അധികാരികൾ ഇവർക്ക് കൃത്യമായി വെള്ളം നൽകുകയായിരുന്നു എങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ആ ഒരു വേദന ഈ തുരുത്ത് നിവാസികൾക്ക് മൊത്തമുണ്ട്. 9 ഒരാളുടെ ജീവൻ എടുത്ത ആ ഒരു സംഭവം നടന്നതിന് ശേഷം മരണാനന്തര ചടങ്ങുകൾക്ക് ഒപ്പം ആ മരിപ്പ് വീട്ടിലേക്കുള്ള വെള്ളമാണ് എന്നവർ പറയുമ്പോൾ അത് എത്രത്തോളം വേദനയാണ് കേട്ടു നിൽക്കുന്നവരിൽ ഉണ്ടാക്കുന്നത് എന്നത് അധികൃതർ മനസ്സിലാക്കണം. ഈ വെള്ളം കൊണ്ടുവന്നിരിക്കുന്നത് മരണാനന്തര ചടങ്ങുകൾക്കായാണ്. സന്ധ്യ മരിച്ചത് വെള്ളം എടുക്കാൻ പോയപ്പോഴാണ്. വലവെച്ച് അതിനുശേഷം വെള്ളം കൂടി നിറച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതി ചരവുമായി പോയതാണ് സന്ധ്യ എന്ന് ആ ഭർത്താവ് കായംകുളത്ത് നിന്ന് ഓടിയെത്തിയതേയുള്ളൂ. സെബാസ്റ്റ്യൻ്റെ വാക്കുകളാണ് നമ്മൾ നേരത്തെ കേട്ടത്. പുത്തൻതുരുത്ത് ഒരു സങ്കടത്തുരുത്തായി മാറിയിരിക്കുന്നു പൂർണ്ണമായും. ഇപ്പോഴും അവിടെ എങ്ങനെയാണോ സന്ധ്യ വെള്ളം കൊണ്ടുവന്നത് അതേപോലെ വെള്ളം എത്തിക്കുന്ന കാഴ്ച വള്ളങ്ങളിൽ നമ്മൾ കാണുന്നു. അരുൺ.